ആ ജനതയെ തോൽപ്പിക്കാൻ ഒരു ജനതയ്ക്കുമാവില്ല. കൊല്ലാം. അത് ഏത് നായ്ക്കും നരിക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. ഏത് നായ്ക്കും നരിക്കും ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായ ഒരു കുറ്റകൃത്യമാണ് കൊല്ലുക എന്നുള്ളത്. ആളെ കൊല്ലാൻ വലിയ പണിയൊന്നുമില്ല, പക്ഷേ തോൽപ്പിക്കാനാവില്ല. ഇങ്ങനെ അവസാനത്തെ ആത്മബോധവും ആയുധമാക്കി പോരാട്ടത്തിന്റെ അഗ്നിമുഖത്ത് അണിനിരന്നിരിക്കുന്ന ഒരു ജനതയുടെ പേരാണ് ഫലസ്തീൻ. അതുകൊണ്ട് ഇന്ന് ലോകത്തിൽ എവിടെയെങ്കിലും പോരാട്ടം നടക്കുന്നുണ്ടെങ്കിൽ അത് ഫലസ്തീനിൽ മാത്രമാണെന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. ദാർവിഷ് പറയുന്നത് നഷ്ടപ്പെടാനൊന്നുമില്ല, ശവമഞ്ചങ്ങൾ മാത്രം, മരണമല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കില്ല. അവിടുത്തെ ചെറുപ്പക്കാർ അവർ പോരാട്ടത്തിന്റെ അഗ്നിമുഖത്ത് അണിനിരക്കുകയാണ്. എന്തായാലും മരണം സുനിശ്ചിതമാണ്, പക്ഷേ തങ്ങളുടെ ശത്രുവിൽ ഒരാളെ കൊന്നിട്ടേ ഞങ്ങൾ മുന്നോട്ട് പോകൂ എന്ന് ആ ജനത തീരുമാനിച്ചാൽ അവരെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും ആ ജനതയ്ക്കൊപ്പമല്ലാതെ നിൽക്കാൻ നമുക്ക് സാധിക്കില്ല. ആ പോരാട്ടത്തോടൊപ്പം അണിനിരുന്ന നമ്മൾ മറ്റൊരർത്ഥത്തിൽ പോരാളികളായി മാറുകയാണ്. കാരണം പോരടിക്കുന്ന മനുഷ്യന്റെ നീതിയോട് ഐക്യപ്പെടുമ്പോൾ നമ്മളും ഒരുപക്ഷെ